മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫേസ് 6 ആദ്യത്തെ മൂവിയാണ് ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. മാർവൽ സ്റ്റുഡിയോസിന്റെ ഈ വർഷം ഇറങ്ങിയ തണ്ടർബോൾട്സ് എന്ന മൂവി പോലെ തന്നെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. ഈ സിനിമയുടെ അവസാനം 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനുകളുണ്ട്. ആദ്യത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീന് മാർവലിന്റെ ഫ്യൂച്ചറിനെ നന്നായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. എന്നാൽ രണ്ടാമത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീന് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നതല്ല. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന മാർവൽ സ്റ്റുഡിയോസിന്റെ വരാൻ പോകുന്ന മൂവിയുമായിട്ട് ഒന്നാമത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിന് നേരിട്ട് കണക്ഷൻ ഉണ്ടാകുമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഗൈസ്, ഈ വീഡിയോയിൽ ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ സ്പോയിലേഴ്സ് ഉണ്ടാകും. ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോ ഒരുപാട് പറഞ്ഞ് ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മാർവലിന്റെ ഫാൻ ഫേവറേറ്റ് ഫാമിലി വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തിയിരിക്കുന്നു. ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന് മുന്നേ തന്നെ 3 ഫാന്റാസ്റ്റിക് ഫോർ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. 2005 പുറത്തിറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോർ, 2007 പുറത്തിറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോർ റൈസ് ഓഫ് ദ സിൽവർ സർഫർ, 2015 പുറത്തിറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോർ. ഈ കൂട്ടത്തിലെ ഏറ്റവും മികച്ച മൂവിയായിട്ട് എനിക്ക് തോന്നിയത് ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് ആണ്. ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് എർത്തിലാണ് ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ കഥ നടക്കുന്നത്. നമുക്കറിയാം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ കഥ നടക്കുന്നത് എർത്ത് 616 എന്നാൽ ദ ഫാന്റാസ്റ്റിക് ഫോറിന്റെ കഥ നടക്കുന്നത് എർത്ത് 828 ഇപ്പോഴും MCUമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ദ ഫാന്റാസ്റ്റിക് ഫോറിന് കണക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. എന്നാൽ ദ ഫാന്റാസ്റ്റിക് ഫോർ വിൽ റിട്ടേൺ ഇൻ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാകാം എർത്ത് 828 ഫാന്റാസ്റ്റിക് ഫോർ എർത്ത് 616 എത്താൻ പോകുന്നത്? സത്യത്തിൽ ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന മൂവിക്ക് ഒരു മിഡ് ക്രെഡിറ്റ് സീനും ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുമാണ് ഉള്ളത്. ദ ഫാന്റാസ്റ്റിക് ഫോർ ഗലാക്ടസിനെ ഒക്കെ ഡിഫീറ്റ് ചെയ്ത് 4 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന മൂവിയുടെ ആദ്യത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നത്. റീഡ് റിച്ചാർഡ്സിന്റെയും സ്യൂസ്റ്റോമിന്റെയും മകനായ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന് സ്യൂസ്റ്റോം പുസ്തകമൊക്കെ വായിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന് സ്യൂസ്റ്റോം ഏത് പുസ്തകമാണോ വായിച്ചു കൊടുക്കുന്നത് ആ പുസ്തകം വായിച്ചു തീരുന്നത് കൊണ്ട് തന്നെ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി സ്യൂസ്റ്റോം കിച്ചണിലേക്ക് പോകുന്നു. സ്യൂസ്റ്റോം ആ ബുക്കുമായിട്ട് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന്റെ പക്കലേക്ക് ചെല്ലുമ്പോൾ എന്തോ ഒരു പ്രശ്നം അവിടെ ഉള്ളതായിട്ട് സ്യൂസ്റ്റോം മനസ്സിലാക്കുകയാണ്. സ്യൂസ്റ്റോം നോക്കുമ്പോൾ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനോടൊപ്പം ഒരു പച്ച ഹൂഡി ധരിച്ച വ്യക്തി ആ കുഞ്ഞിനെ നോക്കിയിരിക്കുന്നു. ആ ക്ലോക്ക് അല്ലെങ്കിൽ ഒരു ഹൂഡി ധരിച്ച വ്യക്തിയുടെ ഫേസ് കാണിക്കുന്നില്ലെങ്കിലും അയാൾ ഒരു മാസ്ക് തന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതെ, ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനോടൊപ്പം ഇരിക്കുന്നത് മറ്റാരുമല്ല, ദ ഫാന്റാസ്റ്റിക് ഫോറിന്റെ വില്ലനായ, മാത്രമല്ല അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന കൊടൂര വില്ലനായ ഡോക്ടർ ഡൂം അഥവാ വിക്ടർ വോൺ ഡൂം ആണ്. ഡോക്ടർ ഡൂമിനെ കാണിച്ച ഉടൻ തന്നെ സ്ക്രീൻ മൊത്തം കറുത്ത നിറമായിട്ട് മാറുകയും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ദ ഫാന്റാസ്റ്റിക് ഫോർ തിരിച്ചെത്തുമെന്ന് എഴുതി കാണിക്കുകയും ചെയ്യുന്നു. ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന മൂവിയുടെ രണ്ടാമത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീന് വളരെ കളർഫുള്ളും നൊസ്റ്റാൾജിക്കുമാണ്. 1960 ക്ലാസിക് ഫാന്റാസ്റ്റിക് ഫോർ കാർട്ടൂണുകൾക്കും ആനിമേറ്റഡ് സീരീസുകൾക്കും ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന ഒരു റെട്രോ സ്റ്റൈൽ ആനിമേറ്റഡ് സീക്വൻസ് ആണ് രണ്ടാമത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മിസ്റ്റർ ഫാന്റാസ്റ്റിക്, ഇൻവിസിബിൾ വുമൺ, ഹ്യൂമൻ ടോർച്ച്, ദ തിങ് അവരുടെ ക്ലാസിക് ഫാന്റാസ്റ്റിക് ഫോർ കോസ്റ്റ്യൂംസ് ഒക്കെ ധരിച്ച് സിനിമയിൽ ആദ്യമൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള വില്ലന്മാരോടൊക്കെ പോരാടുന്നതൊക്കെയാണ് ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന മൂവിയുടെ രണ്ടാമത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നത്. എന്നാലും എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ദ ഫാന്റാസ്റ്റിക് ഫോർ എങ്ങനെയാകാം എർത്ത് 616 എത്താൻ പോകുന്നത്? ഫാന്റാസ്റ്റിക് ഫോറിന്റെ എർത്തായ 828 നശിക്കപ്പെടുമോ? എർത്ത് 828 നശിക്കാൻ കാരണമാകുന്നത് ഡോക്ടർ ഡൂം ആയിരിക്കുമോ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലാകും നമ്മൾ അറിയാൻ പോകുന്നത്. പിന്നെ അതിന്റെയൊക്കെ പല ഫാൻ തിയറികളും പല സൈറ്റുകളിലും അവൈലബിൾ ആണ്. ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ അതൊക്കെ ഉൾപ്പെടുത്താം. സോ ഗൈസ്, ഇതൊക്കെയാണ് ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. എന്തായാലും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഡോക്ടർ ഡൂമിനോട് പോരാടാൻ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ നമ്മുടെ അവഞ്ചേഴ്സിനോടൊപ്പം ചേരുമെന്ന് എന്തായാലും ഉറപ്പായിട്ടുണ്ട്. സോ ഗൈസ്, മാർവൽ റിലേറ്റഡ് വീഡിയോസ് ഇനിയും കാണുവാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പപ്പോ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.